തിരുവനന്തപുരം കടകംപള്ളി വില്ലേജ് ഓഫീസിൽ കൂട്ടവധിയെടുത്ത ജീവനക്കാരുടെ പ്രതിഷേധം. സർട്ടിഫിക്കറ്റ് ആവശ്യത്തിനെത്തിയവർ ജീവനക്കാരെ മർദ്ദിച്ചു എന്നാരോപിച്ചാണ് പ്രതിഷേധം. ജനം സേവനം കിട്ടാതെയും ലഭിക്കാതെയും ഒക്കെ തിരിച്ചു പോകേണ്ടി വരുന്ന അവസ്ഥയാണ്. സംഭവം അന്വേഷിക്കാൻ ADM-ന് റവന്യൂ മന്ത്രി കെ രാജൻ നിർദ്ദേശം നൽകി. AV ജയശങ്കർ വിവരങ്ങളുമായി ചേർന്നു. ജയശങ്കർ, അവരുടെ പ്രശ്നം എന്തായാലും പരിഹരിക്കപ്പെടേണ്ടതാണ്. പക്ഷേ അതിനെല്ലാവരുടെ കൂട്ടവധിയെടുത്ത് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുക എന്ന് പറയുന്നത് നല്ലതല്ല. ഇനി ഇവരുടെ പരാതിക്ക് ആധാരമായ സംഭവം എന്താണ് ജയശങ്കർ? ആശ്മി, ഇന്ന് ഞായറാഴ്ചയോ മറ്റ് അവധി ദിവസമോ അല്ല. ഒരു തിരുവനന്തപുരം ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട കടകംപള്ളി വില്ലേജ് ഓഫീസ് ഇന്ന് പ്രവർത്തനക്ഷമമല്ല. ഇന്ന് ഇവിടെ പൂർണ്ണമായ എല്ലാ പ്രവർത്തനങ്ങളും മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം. നമ്മൾ വില്ലേജ് ഓഫീസിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. രാവിലെ നമ്മൾ ഇവിടെ എത്തുന്നൊരു ഘട്ടത്തിൽ ഇവിടുത്തെ മുഴുവൻ കസേരകളും, വില്ലേജ് ഓഫീസറുടെ ഉൾപ്പെടെ മുഴുവൻ കസേരകളും ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. നിരവധി ആളുകളാണ് ഇവിടെ എത്തി സേവനം ലഭിക്കാതെ മടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും വാർത്തകളൊക്കെ വന്നതിന് പിന്നാലെ അടുത്തുള്ള ഒരു വില്ലേജ് ഓഫീസിലെ ഒരാളെ ഇങ്ങോട്ട് റവന്യൂ വകുപ്പ് നിയോഗിച്ചിട്ടുണ്ട്. ചേട്ടൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഞാൻ വേറെ വില്ലേജിലാണ്, ചെറുവയ്ക്കൽ വില്ലേജിലെ സ്റ്റാഫാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിവിടെ ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരാളായിട്ടിരിക്കുക, അത്രയേ ഉള്ളൂ. അതായത് അത് തന്നെയാണ് ഇങ്ങോട്ട് ഡെപ്യൂട്ടേഷനിൽ വന്ന ഉദ്യോഗസ്ഥൻ പറയുന്നത്. ഒരാളായിട്ട് ഇവിടെ ഇരിക്കുക, മറ്റ് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങോട്ട് പല സർട്ടിഫിക്കറ്റിന് എത്തുന്ന ആളുകളും വലിയ ബുദ്ധിമുട്ടിലാണ്. നമുക്ക് ദൃശ്യങ്ങളിലെല്ലാം തന്നെ കാണാം. ഒരു ഓഫീസ് മുഴുവൻ കൂട്ടവധിയാണ്. ഓരോ ഫയലും ഓരോ ജീവിതം എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ നാട്ടിലാണ് ഒരു വില്ലേജ് ഓഫീസ് മൊത്തത്തിൽ കൂട്ടവധി എടുത്തിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്, കഴിഞ്ഞ ദിവസം ഒരു കൂട്ടം ആളുകൾ സർട്ടിഫിക്കറ്റും മറ്റും വൈകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഓഫീസിലെത്തി വലിയ തോതിൽ പ്രശ്നമുണ്ടാക്കി. വില്ലേജ് ഓഫീസർ ഉൾപ്പെടെ തള്ളുകയും മർദ്ദിക്കുകയും ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ചാണ് തങ്ങൾ കൂട്ടവധി എടുത്തത്. തഹസിൽദാർക്ക് വിഷയവുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിട്ടുണ്ടെന്നും അവർ അറിയിക്കുകയുണ്ട്. എന്തായാലും നിരവധി ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. രാവിലെ ഒരുപാട് ആളുകൾ വന്നു, അവർ കുറെ കഴിഞ്ഞ് മടങ്ങിപ്പോയി. ഇപ്പോൾ ഒരു കുറെ ആളുകൾ ഇവിടെ കസേരയിൽ ഇരിക്കുന്നുണ്ട്. എന്തെങ്കിലും നടക്കുമെന്നൊരു പ്രതീക്ഷയിലാണ്. ചേട്ടാ, കുറെ നേരമായി വന്നിരിക്കുന്നു. കുറേ നേരം വെച്ചാൽ ഒരു 3-4 ആഴ്ചയോളായി ഒരു കരമടച്ച രസീതിന് വേണ്ടി ഞാൻ നടക്കുകയാണ്. അത് ഓൺലൈനിലാക്കി തരാൻ വേണ്ടിയിട്ട് 2 ആഴ്ച അപേക്ഷയും കൊടുത്താണ് നടന്നു. ഇന്ന് വന്നപ്പോൾ ഇവിടെ ആരുമില്ല. എല്ലാ സർട്ടിഫിക്കറ്റും അവർ ആവശ്യപ്പെടുന്ന എല്ലാ സർട്ടിഫിക്കറ്റും കൊണ്ട് കരമടയ്ക്കാൻ വന്നതാണ്. ഞാൻ 2-3 ആഴ്ച കൊണ്ട് ഇതിന്റെ പിറകെ. ചേച്ചി, സ്ഥലത്തിന്റെ പോക്കുവരവ് നടത്താൻ പേര് മാറ്റാൻ വേണ്ടി വന്നതാണ്. മടങ്ങി പോണം. പിന്നെ 100 രൂപ ഓട്ടയും പിടിച്ച് ഇവിടെ ഒന്തം വിട്ട് വന്നത്. അതായത് അത് തന്നെയാണ് ആശ്മി പ്രശ്നം. ജനങ്ങൾ വലിയ പരിപാടികളെല്ലാം മാറ്റിവെച്ച് ഓട്ടോ കാശ് ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് ഈ വില്ലേജ് ഓഫീസിലേക്ക് വലിയ പ്രതീക്ഷയോടെ വരുന്നത്. അങ്ങനെ വരുന്നൊരു ഘട്ടത്തിൽ ചേട്ടൻ തന്നെ പറയുന്നുണ്ട്, ഒരു സർട്ടിഫിക്കറ്റ് 2 ആഴ്ച നടക്കാമെന്ന് പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും കൊടുത്ത് നടക്കാമെന്ന് പറയുന്നുണ്ട്. കാര്യം ശരിയാണ്. വില്ലേജ് ഓഫീസ് ഉദ്യോഗസ്ഥരെ വൈകിയെന്ന് പറഞ്ഞ് തള്ളാനോ അടിക്കാനോ ഒന്നും പാടൊന്നുമില്ല. പക്ഷേ ഈ പറയുന്ന കാരണം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സർട്ടിഫിക്കറ്റിന് വേണ്ടി ചുമ്മാ നടത്തിക്കുക എന്ന ഒരു യാഥാർത്ഥ്യം ഉണ്ട് എന്ന് തന്നെയല്ലേ ആ ചേട്ടൻ പറഞ്ഞതിനർത്ഥം ജയശങ്കർ? അതിന് മർദ്ദനമല്ല പരിഹാരം എങ്കിലും. അതായത് ആശ്മി, 2 വശമുണ്ട് ഇത്തരത്തിൽ. ആശ്മി, 2 വശമുണ്ട്. ഒന്ന്, ഉദ്യോഗസ്ഥർക്ക് മർദ്ദനമേറ്റു, അത് നിയമവിരുദ്ധമാണ്. ഒപ്പം തന്നെ ഈ വില്ലേജ് ഓഫീസിനെതിരെ വരുന്ന ആരോപണങ്ങൾ അത് നിയമപരമായി തന്നെയാണ് പൂർണ്ണമായും കൈകാര്യം ചെയ്യപ്പെടേണ്ടത്. ഇവിടുന്ന് സർട്ടിഫിക്കറ്റ് വൈകുന്നുണ്ടെങ്കിൽ, സേവനം വൈകുന്നുണ്ടെങ്കിൽ അത് നിയമപരമായി കൈകാര്യം ചെയ്യേണ്ടത് തന്നെയാണ്. എന്തായാലും വിഷയത്തിൽ റവന്യൂ മന്ത്രി ഇടപെട്ടിട്ടുണ്ട്. ADM ഇന്നത്തെ ഉദ്യോഗസ്ഥരുടെ കൂട്ടവധിയിൽ അന്വേഷണം നടത്തും. ഉദ്യോഗസ്ഥ ഭാഗത്ത് വീഴ്ച ഉണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നാണ് ADM-മായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ പറയുന്നത്. എന്തായാലും ജനങ്ങളെ സംബന്ധിച്ച് ഇത് വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് നിയമപരമായി തീർക്കേണ്ടതായിരുന്നു. അതിനപ്പുറത്തേക്ക് വന്ന് മർദ്ദിച്ചതും ഉദ്യോഗസ്ഥർ കൂട്ടവധി എടുത്തതും ഒരു കാര്യത്തിലും ന്യായീകരിക്കാൻ സാധിക്കില്ല. ഇവിടെ എത്തുന്ന പൗരന്മാർ, സാധാരണ പൗരന്മാരാണ് ബുദ്ധിമുട്ടിലാകുന്നത്. നമ്മൾ ചോദിച്ചപ്പോൾ ചേച്ചിയൊക്കെ പറഞ്ഞ കാര്യമുണ്ട്, 500 രൂപ ഓട്ടോ കാശ് മുടക്കിയാണ് ഇങ്ങോട്ട് വരുന്നതെന്നൊക്കെ. എന്തായാലും അത്തരത്തിൽ അടുത്ത് ഒരു മുദ്രാവാക്യം വിളി വരുന്നുണ്ടല്ലോ. അപ്പൊ ഈ ജോലിയെടുത്ത അവധിയെടുത്ത ജീവനക്കാർ അവിടെ തന്നെ ഉണ്ടോ, അതോ അത് മറ്റെന്തോ മുദ്രാവാക്യം വിളിയാണോ? അല്ല ആശ്മിയെ അവധിയെടുത്ത ഒരു ജീവനക്കാരും ഇന്നിവിടെ ഇല്ല. എന്തായാലും BJP പ്രവർത്തകർ ഈ വില്ലേജ് ഓഫീസിന്റെ പുറത്ത് വലിയ പ്രതിഷേധം നടത്തുന്നുണ്ട്. അവർ കഴിഞ്ഞ കുറെ നേരമായി ഇതിനു മുന്നിൽ മുദ്രാവാക്യം വിളിയുമെല്ലാമായി വളരെ സജീവമാണുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു പരിഹാരം വേണം. ഇത്തരത്തിൽ ജനങ്ങൾ മടങ്ങിപ്പോകുന്ന സാഹചര്യം ഒഴിവാക്കണം. ഈ വിഷയത്തിൽ അന്വേഷണം വേണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് BJP പ്രവർത്തകർ ഇവിടെ പ്രതിഷേധിക്കുന്നത്. അവർ ജനങ്ങളുടെ ബുദ്ധിമുട്ട് അറിഞ്ഞുകൊണ്ടാണ് ഇവിടെ എത്തിയെന്നൊക്കെയാണ് നമ്മളോട് നേരത്തെ പറഞ്ഞത്. എന്തായാലും വലിയൊരു പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത്. ചേട്ടാ, എന്താ വിഷയം? ഇന്നലെ ഉച്ചയോട് കൂടിയിട്ട്
CPM-ന്റെ കുറച്ച് ആളുകൾ അവരുടെ വേണ്ടപ്പെട്ട ചില ആളുകൾക്ക് അനധികൃതമായി സീനിയോറിറ്റി ലംഘിച്ചുകൊണ്ട് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കാലാകാലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്തായാലും BJP പറയുന്നത് CPM പ്രവർത്തകരാണ് ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കിയതെന്നും അതിന് പിന്നാലെയാണ് ഈ ഉദ്യോഗസ്ഥരുടെ പ്രതിഷേധമെന്നുമാണ്. എന്തായാലും BJP-യുടെ പ്രതിഷേധം ഓഫീസിന് പുറത്ത് തുടരുന്നു. ഇവിടെ എത്തുന്ന ആളുകൾ അവരുടെ സേവനങ്ങൾ ലഭിക്കാതെ നിരാശയോടെ മടങ്ങുന്ന ഒരു സാഹചര്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വിവരങ്ങൾ നൽകുന്ന കടകംപള്ളി വില്ലേജ് ഓഫീസറാണ്. ഇത്തരത്തിൽ പടയെന്ന് പറഞ്ഞ് കൂട്ടവധി എടുത്ത ഒറ്റ മുങ്ങലാണല്ല ജീവനക്കാരുടെ. എന്തോ ആരോ മർദ്ദിച്ചു എന്നൊക്കെ പറഞ്ഞാണ്. മർദ്ദിച്ചുവെങ്കിൽ അന്വേഷിക്കട്ടെ, പക്ഷേ കൂട്ടവധി എടുത്ത ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുക എന്ന് പറയുന്നത് ശരിയല്ല.